നമസ്കാരം, കലാകൗമുദി ഓൺലൈനിലേക്ക് സ്വാഗതം. വഖഫ് നിയമ ഭേദഗതിക്കെതിരെ ലോക്സഭയിലും രാജ്യസഭയിലും വോട്ട് ചെയ്ത കോൺഗ്രസിനും CPM-നുമെതിരെ കടുത്ത നിലപാടുമായി ക്രൈസ്തവ സഭകൾ. കോൺഗ്രസിനോടും CPM-നോടും ഇനി ഒരു കാര്യത്തിലും തങ്ങൾ രാജിയാകില്ല എന്ന പ്രഖ്യാപനമാണ് ക്രൈസ്തവ സംഘടനകൾ, പ്രത്യേകിച്ച് ക്രൈസ്തവ മത മേലധ്യക്ഷന്മാർ നടത്തുന്നത്. KCBC-യും CBCയെയും വഖഫ് നിയമത്തെ അനുകൂലിക്കണമെന്നാവശ്യപ്പെട്ട് തിട്ടൂരങ്ങളിറക്കിയെങ്കിലും അതിനെയെല്ലാം അവഗണിച്ചുകൊണ്ട് CPM-ഉം കോൺഗ്രസും ഒരുമിച്ചാണ് വഖഫ് ഭേദഗതിയെ ലോക്സഭയിലും രാജ്യസഭയിലും എതിർത്തത്. എതിർക്കുക മാത്രമല്ല, കോൺഗ്രസിന്റെ ഭാഗത്തു നിന്നും കടുത്ത രീതിയിലുള്ള പ്രതിരോധമാണ് ലോക്സഭയിൽ ഉണ്ടായത്. ലോക്സഭയിൽ കോൺഗ്രസ് നേതാവ് KC വേണുഗോപാൽ അക്ഷരാർത്ഥത്തിൽ BJPയെ കടന്നാക്രമിക്കുകയായിരുന്നു. ഇതാദ്യമായാണ് KCBCയെയും CBCയെയും പറയുന്ന ഒരു കാര്യത്തിനെതിരെ അല്ലെങ്കിൽ അവർ മുന്നോട്ട് വയ്ക്കുന്ന ഒരു വിഷയത്തിനെതിരെ കോൺഗ്രസ് പരസ്യമായ നിലപാട് കൈക്കൊള്ളുന്നത്. മാത്രമല്ല, CPM-ഉം അക്കാര്യത്തിൽ കോൺഗ്രസിനെ 100% പിന്തുണച്ചു എന്നതാണ് ക്രൈസ്തവ മതമേലധ്യക്ഷന്മാരെ ചൊടിപ്പിച്ചത്. അതുകൊണ്ട് തന്നെ കേരളത്തിൽ കോൺഗ്രസിനും CPM-നുമെതിരെ ഒരു രാഷ്ട്രീയ നീക്കം തന്നെ നടത്താനുള്ള ആലോചനയിലാണ് ക്രൈസ്തവ മതമേലധ്യക്ഷന്മാർ. ഏതാനും ചില മതമേലധ്യക്ഷന്മാർ ഇപ്പോൾ ഈ ഒരു അഭിപ്രായത്തിൽ നിന്നും മാറി നിൽക്കുന്നുണ്ടെങ്കിലും ഭൂരിഭാഗം കത്തോലിക്ക മെത്രാന്മാരും കോൺഗ്രസിനെയും CPM-നെയും ഇക്കാര്യത്തിൽ ഒരു പാഠം പഠിപ്പിക്കണമെന്ന വാശിയിലാണ്. അവർ അതിന് കണ്ടുപിടിച്ചിരിക്കുന്ന ഒരു മാർഗം കേരള കോൺഗ്രസുകളെ BJP മുന്നണിയുമായി കൂട്ടിക്കെട്ടുക എന്നതാണ്. ഇപ്പോൾ പ്രബലമായ കേരള കോൺഗ്രസിലെല്ലാം UDF-ലും LDF-ലുമായിട്ടാണുള്ളത്. കേരള കോൺഗ്രസ് ജോസഫ് വിഭാഗം UDF-ലും കേരള കോൺഗ്രസ് മാണി വിഭാഗം LDF-ലുമാണ്. ഈ രണ്ട് കേരള കോൺഗ്രസുകളുമാണ് യഥാർത്ഥത്തിൽ കേരളത്തിലെ ക്രൈസ്തവ സഭകളെ പ്രതിനിധീകരിക്കുന്നത് എന്ന് വേണമെങ്കിൽ പറയാം. ഈ രണ്ട് നേതാക്കളോടും, ഈ കേരള കോൺഗ്രസുകളുടെ രണ്ട് നേതാക്കളോടും, ഫ്രാൻസിസ് ജോർജിനോടും ജോസ് കെ മാണിയോടും തങ്ങളുടെ അസംതൃപ്തി കത്തോലിക്ക സഭാ നേതൃത്വം KCBC ഒക്കെ അറിയിച്ചു കഴിഞ്ഞു. അതുകൊണ്ടാണ് വഖഫ് ബില്ലിൽ ചില ഗുണപരമായ നീക്കങ്ങൾ അല്ലെങ്കിൽ ഗുണപരമായ വകുപ്പുകൾ ഉണ്ടെന്ന് ജോസ് കെ മാണിയും ഫ്രാൻസിസ് ജോർജും പറയാൻ നിർബന്ധിതമായത് ഈ സമ്മർദ്ദം കൊണ്ട് തന്നെയാണ്. ഏതായാലും ജോസഫ് ഗ്രൂപ്പിനെയും മാണി ഗ്രൂപ്പിനെയും ഒത്തുചേർത്തുകൊണ്ട് BJP മുന്നണിയുമായി ഒരു അലയൻസ്, ഒരു ബാന്ധവം ഉണ്ടാക്കാനുള്ള ശ്രമം ഇപ്പോൾ തന്നെ ക്രൈസ്തവ മതമേലധ്യക്ഷന്മാർ കേരളത്തിൽ തുടങ്ങിക്കഴിഞ്ഞു. കേരളത്തിൽ നേരത്തെ BJPയുടെ ആഭിമുഖ്യത്തിൽ ഒരു ക്രൈസ്തവ പാർട്ടി എന്നുള്ള പരിപാടിയൊക്കെ ഇവർ തുടങ്ങി വെച്ചെങ്കിലും മണിപ്പൂർ ആക്രമണത്തിന്റെ പശ്ചാത്തലത്തിൽ അല്ലെങ്കിൽ മണിപ്പൂരിലെ വംശീയ കലാപത്തിന്റെ പശ്ചാത്തലത്തിൽ അത് പാളിപ്പോവുകയായിരുന്നു, അത് അലസിപ്പോവുകയായിരുന്നു. എന്നാൽ വീണ്ടും ഈ വഖഫ് ബോർഡിന്റെ അല്ലെങ്കിൽ വഖഫ് ഭേദഗതിയുടെ പശ്ചാത്തലത്തിൽ കേരള കോൺഗ്രസുകളുടെ കൂടി ചേർത്തുകൊണ്ട് രണ്ട് മുന്നണികളിലുമുള്ള കേരള കോൺഗ്രസുകളെ കൂടെ ചേർത്തുകൊണ്ട് ഒരു BJP അലയൻസ് അല്ലെങ്കിൽ ഒരു BJP മുന്നണിയുടെ ഭാഗമായി ഒരു രാഷ്ട്രീയ നീക്കം കേരളത്തിലെ ക്രൈസ്തവ മതമേലധ്യക്ഷന്മാർ, പ്രത്യേകിച്ച് കത്തോലിക്ക സഭ മേലധ്യക്ഷന്മാർ ഉദ്ദേശിക്കുന്നുണ്ടെന്നാണ് നമുക്കിപ്പോൾ അറിയാൻ കഴിയുന്നത്. ഇടതുമുന്നണിയെയും UDF-നെയും രാഷ്ട്രീയമായി ചലഞ്ച് ചെയ്യുക അല്ലെങ്കിൽ രാഷ്ട്രീയമായി വെല്ലുവിളിക്കുക എന്നാണ് ഇപ്പോൾ കത്തോലിക്ക സഭ മേലധ്യക്ഷന്മാരുടെയും ക്രൈസ്തവ സഭകളുടെയും പരിപാടി. കാരണം വഖഫ് ഭേദഗതി ബിൽ പാർലമെന്റിൽ വന്നപ്പോൾ KCBCയെയും CBCയെയും കേരള കാത്തലിക് ബിഷപ്പ് കോൺഫറൻസും അഖിലേന്ത്യാ തലത്തിലുള്ള കത്തോലിക്ക ബിഷപ്പുമാരുടെ സംഘടനയായ CBCയെയും ഇവർ രണ്ട് വിഭാഗങ്ങളും കർശനമായ നിർദ്ദേശങ്ങൾ കോൺഗ്രസിനും CPM-നും ഒക്കെ നൽകിയിരുന്നു. പ്രത്യേകിച്ച് കോൺഗ്രസിലെ UDF-ന്റെ MP-മാരോട് ഈ ബില്ലിനെ അനുകൂലിക്കണമെന്ന് ഇവർ ആവശ്യപ്പെടുകയും ചെയ്തു. എന്നാൽ ഇവരുടെ ആവശ്യമെല്ലാം പുല്ലുപോലെ തള്ളിക്കളഞ്ഞുകൊണ്ട്, ഇവരുടെ നിർദ്ദേശങ്ങൾ പുല്ലുപോലെ തള്ളിക്കളഞ്ഞുകൊണ്ട് ഈ വഖഫ് ബില്ലിനെ എതിർക്കാൻ തന്നെ കോൺഗ്രസും CPM-ഉം തീരുമാനിച്ചു. ഇത് വലിയ തിരിച്ചടിയാണ്, അല്ലെങ്കിൽ ഇത് ഇവരുടെ മുഖത്തേറ്റ അടിയായിട്ടാണ് കത്തോലിക്ക സഭാ നേതൃത്വവും ക്രൈസ്തവ നേതൃത്വവും കരുതുന്നത്. അതുകൊണ്ട് കോൺഗ്രസിനെയും CPM-നെയും ഒരുപോലെ പാഠം പഠിപ്പിക്കുക എന്നുള്ള ഉദ്ദേശത്തോടെയാണ് ഈ കേരള കോൺഗ്രസുകളെയും ചേർത്ത് വെച്ചുകൊണ്ട് ഒരു BJP മുന്നണിയായി മാറുക എന്ന ഒരു രാഷ്ട്രീയ പദ്ധതി ഇവർ ആവിഷ്കരിക്കുന്നത്. ഇതിന്റെ പിന്നിലെ പ്രധാന ശക്തി കേന്ദ്രങ്ങൾ PC ജോർജും അദ്ദേഹത്തിന്റെ മകൻ ഷോൺ ജോർജും കേന്ദ്രമന്ത്രി ജോർജ് കുര്യനുമാണ്. ഇവർ മൂന്ന് പേരും കൂടി, അല്ലെങ്കിൽ ഈ മൂന്ന് ക്രൈസ്തവ നേതാക്കളുടെ ചരിത്രപരമായ അല്ലെങ്കിൽ ബുദ്ധിപരമായ ഒരു നീക്കമാണ് ഈ കേരള കോൺഗ്രസുകളെ കൂടി BJP മുന്നണിയിലേക്ക് കൊണ്ടുവരിക എന്നുള്ളത്. നേരത്തെ പല ക്രിസ്ത്യൻ വിഭാഗങ്ങളും BJP മുന്നണിയിൽ ഉണ്ടായിരുന്നെങ്കിലും കേരള കോൺഗ്രസുകളെ BJP മുന്നണിയിലേക്ക് കൊണ്ടുവരാൻ ഇതുവരെ കഴിഞ്ഞിട്ടില്ല.
അപ്പോൾ ജോസ് കെ മാണിയെയും ഫ്രാൻസിസ് ജോർജിനെയും അടക്കമുള്ള MD-മാരെയും ഈ BJP മുന്നണിയുടെ ഭാഗമായി കേരളത്തിൽ കൊണ്ടുവന്നാൽ തങ്ങൾ പറഞ്ഞാൽ കേൾക്കാത്ത കോൺഗ്രസ്സുകാരെയും CPM-കാരെയും ഒരു പാഠം പഠിപ്പിക്കാൻ കഴിയുമെന്നാണ് കത്തോലിക്ക സഭാ നേതൃത്വം കരുതുന്നത്. ഇത്തരത്തിലുള്ള ചർച്ചകളും ആലോചനകളും സഭാ കേന്ദ്രങ്ങളിൽ തുടങ്ങിക്കഴിഞ്ഞു എന്നാണ് നമ്മൾക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്.